നമസ്കാരം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അനിൽകുമാർ. നമ്മുടെ കേരളത്തിൽ ഇരട്ട നീതിയാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ അവസാനത്തെ ഒരു ഇര എന്ന് പറയുന്നത് ബിനോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവനെ ഒരു 17 വയസ്സായ ഒരു പെൺകുട്ടി ഈയിടെ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്താണ് ആ പെൺകുട്ടിയുടെ വീടെന്ന് പറയുന്നത്. പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ റീല് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഫാമിലിയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ മുന്നേ വന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ആ പെൺകുട്ടിയെ ഒരുപാട് തേജോവധം ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് ആദ്യം വന്നിരുന്നത്. പക്ഷേ പിന്നീട് ആ പെൺകുട്ടിയുടെ അമ്മ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ ബിനോയ് എന്ന് പറയുന്ന യുവാവ് ഒത്തിരി പ്രാവശ്യം നിരന്തരമായിട്ട് ആ വീട്ടിൽ വരികയും ഈ പെൺകുട്ടിയുമായിട്ട് പല രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോക്സോ കേസ് എടുത്താണ് ആ ബിനോയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജയിലിൽ അടച്ചിരിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇന്നത്തെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വെറും തരം താഴ്ന്ന രീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ്. പെൺകുട്ടികൾ എന്ത് പറയുന്നോ അവരുടെ താളത്തിനൊത്തു തുള്ളുന്ന, അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു മാതാവും പിതാവുമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ 17 വയസ്സായ പെൺകുട്ടിയുടെ വീട്ടിൽ ഏതൊരു പുരുഷനും കയറിച്ചെല്ലാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിനോയ് എന്ന് പറയുന്ന ഈ യുവാവ് മാത്രമല്ല, വേറെ പല യുവാക്കളുമായിട്ടും, കാര്യം അതിൻ്റെ വോയിസൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ ബിനോയ് ആയിക്കോട്ടെ, ഈ ബിനോയ് എന്തിനാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരുവാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുന്നത്? പെൺകുട്ടികൾ ഇന്ന് യുവാക്കന്മാരെ വലിച്ചു പിടിച്ചു കൊണ്ടുപോവുകയാണ്. അത് സ്വന്തം വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ലോഡ്ജിലായിക്കോട്ടെ, വേറെ എവിടെ, പാർക്കിൽ എവിടെ ആയിക്കോട്ടെ, ഇന്ന് യുവാക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നു ബലം പ്രയോഗിച്ച്. അവൻ വന്നില്ല എങ്കിൽ നീ ഒരു ആണാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു യുവാവിനോട് നീ ആണാണോ, നിനക്ക് ആണത്വമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് ആരായാലും സ്വീകരിക്കും. അത് തീർച്ചയായിട്ടും അവൻ പോകുന്നു. ഇന്ന് ശാരീരികമായിട്ടുള്ള ബന്ധമാണ് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും എപ്പോഴും ആൺകുട്ടികളാണ് ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പുരുഷന്മാരെക്കാളും ഇന്ന് ആൺകുട്ടികളെക്കാളും യഥാർത്ഥം പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് കഴപ്പ് കൂടുതൽ എന്ന് തന്നെ പറയാം. അതാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഒരേ സമയം ഒരുപാട് ആൺകുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ വരുന്നത്. അത് നമ്മുടെ ഫെമിനിസത്തിൻ്റെ ഒരു കടന്നുകയറ്റമാണ്. കുറേ ഫെമിനിസ്റ്റുകൾ ചേർന്നിട്ട് ഇതാണ് തുല്യത, പുരുഷന്മാർക്ക് മേൽ പുരുഷന്മാർ എന്ത് കാണിക്കുന്നു അതിൻ്റെ അപ്പുറം നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ തൂങ്ങി നിൽക്കുന്നതും, അല്ലാതെ തന്നെ പല രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? പുരുഷന്മാർ പോക്സോ കേസിൽ പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, സ്വന്തം വീട്ടിൽ വിളിച്ച് കൊണ്ടുപോയി ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ആ പെൺകുട്ടി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മരിക്കുന്നതിൽ ആർക്കും യാതൊരു പങ്കുമില്ല എന്ന്. പക്ഷേ എന്നിട്ടും അവിടെ ഏത് രീതിയിലും പ്രതിയാക്കണം. എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കായിരിക്കാം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പങ്ക്, ആ പെൺകുട്ടി മരിച്ചത്. പക്ഷെ അത് പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി ഒരു യുവാവിനെ ബലിയാടാക്കി. കാരണം ഈ ബിനോയ് എന്ന് പറയുന്ന യുവാവ് ഒത്തിരി നാളായിട്ട് ഈ പെൺകുട്ടിയെ പോയിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്. അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിലവിൽ അവർ പിരിഞ്ഞു നിൽക്കുകയാണ്. മാസങ്ങളായി പിരിഞ്ഞു നിന്നതാണ്. എന്നിട്ടും ഇതിനെ ബിനോയെ പിടിച്ച് പ്രതിയാക്കി പോക്സോ കേസെടുത്ത് ജയിലിലടയ്ക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പന്തീരാങ്കടവിൽ നമ്മൾ കണ്ടതാണ്. ആ കേസുമായിട്ട് നോക്കുക, പോലീസുകാർ എന്തെങ്കിലും ന്യായമായിട്ടുള്ള നടപടികൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് ആ ചെയറിലിരിക്കാൻ പറ്റില്ല, ആ SHOക്ക്. ഇവിടെ നമ്മൾ ഒരു മിഥു മോഹൻ നെയ്യാറ്റിക്കര കേസ് നമുക്കറിയാം, ട്രിവാൻഡ്രം. അതെന്തായിരുന്നു നടന്നിരുന്നത്? ഇരട്ട നീതി എന്ന് പറയുവാനുള്ള കേസ് അതാണ്. ആ പെൺകുട്ടിക്കെതിരെ കൃത്യമായിട്ടും വോയിസും അതിൻ്റെ മരണക്കുറിപ്പും എല്ലാം എഴുതി വച്ചിട്ട് പോലും ആ പെൺകുട്ടിക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ മരിച്ചവൻ പോയി, മണ്ടന്മാരായിട്ടുള്ള കുറേ ആണുങ്ങളുണ്ട്, അവർ പെട്ടുപോയിട്ട് അവർ ആത്മഹത്യ ചെയ്യാണ്. കാരണം അമിതമായിട്ട് പെൺകുട്ടികളെ സ്നേഹിക്കുന്നു. ഒരിക്കലും അമിതമായിട്ട് പെൺകുട്ടികളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് തന്നെ ഈ പെൺകുട്ടി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഈ ആദിത്യ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തൂങ്ങിപ്പോയി
ആത്മഹത്യ ചെയ്യാനോ മറ്റതിനൊന്നും പോകരുത് എന്ന് സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടി തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തിരിക്കുന്ന വീഡിയോ ഉണ്ട്. എന്നിട്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അത് വീട്ടിൽ നിന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രശ്നങ്ങളും തന്നെയാണ്. അത് അന്വേഷിച്ച് പോലീസ് കണ്ടുപിടിച്ച് ഈ മാതാപിതാക്കൾക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ഓൾ കേരള മെൻസ് അസോസിയേഷന് പറയാനുള്ളത്.